ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ചെങ്കിലും ആൾക്കാർ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക. നമ്മളിപ്പോൾ എത്ര കിലോനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 കിലോ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ്. നമുക്കിപ്പോൾ വേറെ എക്സസൈസ് ഒന്നും ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ നേരമെങ്കിലും നടക്കുക. എക്സസൈസ് ആയാലും നടത്തായാലും നമുക്ക് കൂടുതൽ നേരം ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു അസുഖത്തിന് എന്നല്ല, ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും എക്സസൈസിലൂടെ ഒക്കെ കേട്ടോ. അപ്പം നമുക്ക് മിനിമം നമ്മളൊരു അരമണിക്കൂർ നേരമെങ്കിലും ചെയ്യണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ചീരയുടെ ഇല, പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, കുമ്പളങ്ങയുടെ ഇല, പിന്നെന്താ പറയുക മുരിങ്ങയുടെ ഇല, അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ ധാരാളം കഴിക്കുക, ദിവസവും കഴിക്കുക ഇലക്കറികൾ. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. നോർമലി ഒരാൾ കുടിക്കേണ്ട വെള്ളം 2 ലിറ്ററാണ്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 3 ലിറ്ററായിട്ട് കൂട്ടുക. 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസം കുടിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഷുഗർ ഉണ്ടല്ലോ, ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതായത് പഞ്ചസാര നമ്മുടെ ദിവസം കഴിക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിവാക്കി കളയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് പഞ്ചസാര ഒഴിവാക്കി ബാക്കിയുള്ള മധുരമുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സാക്രീൻ പോലുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കുക. അപ്പോൾ ജ്യൂസ്, സ്ക്വാഷ്, മറ്റുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കണം കേട്ടോ. എങ്കിലും അത് പൂർണ്ണമായിട്ട് ഭേദമാവുള്ളൂ നമുക്ക്. പിന്നെ എന്താ പറയുക, ഈ അസുഖം ഷുഗർ പേഷ്യൻസിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ വേണം. അതിൽ എന്താ പറയുക, നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോവാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്ത് എക്സസൈസിലൂടെയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, മീറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ കൊഴുപ്പുള്ള നോണൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, ബീഫ് കൊഴുപ്പ് കൂടുതലാണ് അപ്പോൾ ഞാൻ അത് കഴിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോൺ ഐറ്റംസ് ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് കാലം കൂടിയൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ മീറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കുക. അപ്പോൾ നോൺ കഴിക്കേണ്ടതല്ല, മീറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ നോൺ കഴിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ മീനുണ്ടല്ലോ, മീൻ കറി വെച്ച് കഴിക്കുക. അത് വറക്കരുത്, വറക്കാണ്ട് തന്നെ കറി വെച്ച് കഴിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, പാല്, അതുപോലെ ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവില്ല, പാലായിട്ടുള്ള പാലിൻ്റെ മിൽക്ക് കണ്ടൻറ്റുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഫുള്ളായിട്ട് ഒഴിവാക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക. ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്ന് എല്ലാവരും വിചാരിക്കും. അപ്പോൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക, ആദ്യം നമ്മൾ പരമാവധി കുറയ്ക്കുക. പിന്നെ ഇവ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ചായയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് മധുരം ഇല്ലാണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക. അങ്ങനെയൊക്കെ നിങ്ങളൊരു 6 മാസം കൺട്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ലിവർ ഫാറ്റ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും സ്കാൻ ചെയ്ത് നോക്കണം. അതിൻ്റെ ഗ്രേഡ് ലെവലൊക്കെ നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞാലും നമുക്ക് എന്താ പറയുക, അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വക ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ ഫാറ്റ് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക മാറ്റിയെടുക്കാൻ തന്നെ പറ്റും. omega-3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലേക്സ് സീഡ്, അതൊക്കെ നമ്മൾ പൊടിച്ച് നമ്മൾ സ്മൂത്തിയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിപ്പോൾ വയറിനുള്ളിൽ ചെല്ലുമ്പോൾ എന്താ പറയുക, നമുക്ക് അത്യാവശ്യം വിശപ്പൊക്കെ മാറി ഒരു ഫീൽ കിട്ടും. കാരണം എന്താ വെച്ചാൽ അത് വയറിനുള്ളിൽ ചെല്ലുമ്പോൾ ഒന്ന് വീർക്കും. അപ്പോൾ അതൊക്കെ ഫ്ലേക്സ് സീഡൊക്കെ ഈ അസുഖമുള്ളവർ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഒരു അസുഖത്തിന് ഇത് കഴിക്കുന്നത് നല്ലതാണെങ്കിൽ മറ്റസുഖത്തിന് അത് എതിരാണെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതെന്തായാലും നോക്കി എന്താ പറയുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ